ലുക്ക് കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും കംഫർട്ടും കൊണ്ടും ഇന്ത്യക്കാരുടെ മനസ്സ് കവർന്നൊരു മോഡലാണ് കിയ സെൽറ്റോസ്. ഇന്ത്യയിൽ ഇത്രയും പെട്ടെന്ന് സക്സസ് ആയ മറ്റൊരു ബ്രാൻഡ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണം കിയ സെൽറ്റോസ് തന്നെയാണ്. ഇത്രയും പെട്ടെന്ന് ഇന്ത്യക്കാർ ക്ലച്ച് പിടിക്കാൻ കിയക്കല്ലാതെ മറ്റൊരു വാഹന നിർമ്മാതാവിനും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും കിടിലൊരു മോഡലായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതേ കാണാം, നമ്മൾ രാവിലെ എടുത്ത വണ്ടിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ദിവസമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് ഫീച്ചേഴ്സിന് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. വാഹനം അൺലോക്ക് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്തിട്ട് കീയിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതേ ഇപ്പോൾ ചൂടത്താണ് വാഹനം കിടക്കുന്നത്, ഒന്ന് തണുപ്പിക്കണമെങ്കിൽ നമുക്ക് കീ ഉപയോഗിച്ച് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് AC ഒക്കെ ഇട്ട് കൂളായിട്ടിരിക്കുക. അപ്പോൾ ഒരു 20-25 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇത്രയധികം ഫീച്ചേഴ്സ് നൽകി ഇന്ത്യക്കാരെ ഫീച്ചേഴ്സ് ഒന്ന് വഷളാക്കിയ ഒരു മോഡലാണ് കിയ സെൽറ്റോസ് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റുള്ള വാഹന നിർമ്മാതാക്കളെ കൊണ്ടും പ്രേരിപ്പിച്ച് അവരെ കൊണ്ടും ഫീച്ചേഴ്സ് നൽകിച്ച് പെട്ടെന്ന് ഇന്ത്യ വളരെ ഒരു ഫീച്ചർ റിച്ച് രാജ്യമാക്കി മാറ്റിയത്, അല്ലെ വാഹന ലോകത്തൊരു വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു ബ്രാൻഡാണ് കിയ സെൽറ്റോസ്. അപ്പോൾ ഒന്ന് ഓഫ് ചെയ്തേക്കാം. ജസ്റ്റ് ആ ഹോൾഡ് ഒന്ന് പ്രസ് ചെയ്താൽ വാഹനം ഓഫ് ആയിക്കോളും. അപ്പോൾ ഒരു കിട്ടിലൻ ഒരു ഒന്നാന്തരം 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിൻ, അല്ല പെട്രോൾ എഞ്ചിൻ വരുന്നൊരു മോഡലാണ് നമ്മളിന്ന് കൊണ്ടുവരിക്കുന്നത്. അതും 7 സ്പീഡ് DCT ഗിയർ ബോക്സ്. എഞ്ചിൻ ഓപ്ഷൻസ് പെട്രോൾ വേണ്ടവർക്ക് പെട്രോൾ, ടെർബോ പെട്രോൾ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് ടെർബോ പെട്രോൾ എഞ്ചിൻ, മൈലേജ് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉഗ്രൻ ഡീസൽ എഞ്ചിൻ. അങ്ങനെ എഞ്ചിൻ ഓപ്ഷൻസ് കൊണ്ടും ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് കൊണ്ടും നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് പറയേണ്ടത്. ഇതിന് ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു എക്സിക്യൂട്ടീവിന് കുറച്ച് കൺവിൻസിങ് ആണ്. കാരണം കൺഫ്യൂഷനാണ്. കാരണം കസ്റ്റമേഴ്സിനെ കൊണ്ട് അവരുടെ പ്രിഫറൻസ് അനുസരിച്ചും അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നല്ലൊരു വേരിയൻറ്റ് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യം. അതിന് നമ്മൾ തൊട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കിയ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ബഡ്ജറ്റിന് ഒരു കിയ സെൽറ്റോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഇപ്പം ധാരാളം ഓഫേഴ്സാണ് ഇന്ത്യൻ കിയയിൽ നടക്കുന്നത്. ഓണമൊക്കെ പ്രമാണിച്ച് ഓണം വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ധാരാളം ഓഫേഴ്സും ഗിഫ്റ്റ് വൗച്ചേഴ്സും സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പം ഒരു കിയ വാഹനം നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ കിയ ആയിട്ട് ബന്ധപ്പെടുക. തിരിച്ച് നമ്മൾ വാഹനത്തിലോട്ട് വരാൻ നേരത്തെ നിങ്ങൾക്കറിയാം, ഈ അടുത്തിടെയാണ് സെൽറ്റോസിന് ഒരു ഫേസ് ലിഫ്റ്റ് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു ടൈഗർ നോസ് ഗ്രില്ലൊക്കെ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുണ്ട്. ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ നമുക്ക് ഒരു മസ്കുലാർ മിഡ് സൈസ് SUV കാണുന്നൊരു ഫീല് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. തൊട്ട് താഴെ LED പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് യൂണിറ്റ്, തൊട്ട് താഴെ നമുക്ക് കാണാം ഒരു LED ടേണിംഗ് ഇൻഡിക്കേറ്ററിൻ്റെ ഫംഗ്ഷൻ, തൊട്ട് താഴെ ഒരു ഐസ് ക്യൂബ് പോലത്തെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അത് ഫോഗ് ലൈറ്റുമാണ് വരുന്നത്. പിന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലോട്ടൊക്കെ വരുമ്പോൾ കാണാം ആ ഒരു ഡ്യുവൽ ടോൺ അലോയിൽ, അത് 17 ഇഞ്ച് അലോയിലാണ് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. 215/55 ആ 18 ഇഞ്ച് ടയറാണ് വരുന്നത്. 18 ഇഞ്ച് ടയറാണ് കൊടുത്തത്. അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ടയറാണ്. അതുകൊണ്ട് തന്നെ റൈഡിങ് കംഫർട്ട്, അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ ആണെങ്കിൽ മോശം റോഡിൽ കൂടിയൊക്കെ നമുക്ക് നല്ല കീച്ചാൻ പറ്റിയൊരു സസ്പെൻഷൻ ആണെന്നാണ് പറയുന്നത്. സൈഡ് പ്രൊഫൈൽ നോക്കാൻ നേരത്തെ നമുക്ക് കാണാം ഒരു മിഡ് സൈസ് SUVയുടേതായ രൂപഭാവവും ആ ഒരു ഷോൾഡർ ലൈനും ഒക്കെ കമ്പനി പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ മിനിമലായിട്ടാണ്. 2019 എങ്ങനെയാണോ നമ്മളൊരു കിയ സെൽറ്റോസ് വേണ്ട അതേ സൈഡ് പ്രൊഫൈൽ തന്നെയാണ്. 2021 മെയിനായിട്ട് അല്ലെങ്കിൽ 2022 മെയിനായിട്ടും സംഭവിച്ച ഫേസ് ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ട് ഗ്രില്ല് മാറി കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റ് വന്നുള്ളതാണ് പ്രധാനമായിട്ടും മാറ്റം സംഭവിച്ചത്. പിന്നെ ഓരോ പ്രാവശ്യം സെൽറ്റോസ് കാണുമ്പോൾ പുതിയ ഓരോ ഫീച്ചേഴ്സാണ് നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മൾ ഓരോന്നോരോന്ന് ഇടക്കിടക്കായിട്ട് കണ്ടുപിടിക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. എല്ലാ ഫീച്ചേഴ്സും കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇതിനകത്ത് വിട്ടുപോകാൻ ചാൻസ് ഉള്ള ധാരാളം ഫീച്ചേഴ്സ് കാണും. കാരണം ഇത് GT ലൈൻ എന്ന ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഡ്രൈവാണ് നിങ്ങൾ എക്സ്പെഷ്യലി കാണേണ്ട. ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം 1.5 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിനാണ്, അതും 7 സ്പീഡ് DCT ഗിയർ ബോക്സ്. ഒരു രക്ഷയില്ല. പിന്നെ കൂടാതെ അഡാസ് ഏറ്റവും പുതിയ സെൽറ്റോസ് വന്നപ്പം ഫ്രണ്ടിൽ നിങ്ങൾക്ക് ആ ബമ്പറിൻ്റെ താഴെയായിട്ട് കാണാം അതിൻ്റെ റെഡാർ ഫംഗ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ കടക്കാം. നമുക്ക് ആദ്യം സൈഡ് ഡിസൈൻ ഞാൻ പറയാം. പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല. അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയയും കാര്യങ്ങളും, ഈ ഒരു ക്രോം സ്ട്രിപ്പ് വിൻഡോ ലൈൻ്റെ ചുറ്റും പോകുന്നതായിട്ട് കാണാം. ക്രോം ഡോർ ഹാൻഡിൽ, റിക്കോ സെൻസർ കാണാം. ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ്, ചുറ്റും ബോഡി ക്ലാഡിങ്. പിന്നെ 4 ഡിസ്ക് ബ്രേക്ക് ആണെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. കാരണം അത്യാവശ്യം സേഫ്റ്റിയും കൂടി കോൺഷ്യസ് ആയിട്ടുള്ളതുകൊണ്ട് നല്ല ബ്രേക്കിംഗ് ആണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ 4 ഡിസ്ക് ബ്രേക്കാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഏറ്റവും പുതിയ കിയ സെൽറ്റോസിന്റെ റിയർ സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റ്, കിയ എന്നുള്ള ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. GT ലൈൻ ഫുൾ ഓപ്ഷനെ സൂചിപ്പിക്കുന്നതും പെർഫോമൻസിനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. റിയർ വൈപ്പർ, ഡീഫോഗർ, ഒരു പിയാനോ ബ്ലാക്ക് സ്പോയിലർ കാണാം. ഷാർഫിൻ്റെ ആൻറ്റിന, റൂഫ് റെയിലും പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സെൽറ്റോസ് എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഡിഫ്യൂസർ പോലുള്ള സംഭവങ്ങൾ കൊടുത്താൽ അത് കുറച്ച് സ്പോർട്ടി ലുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അതും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു മിഡ് സൈസ് SUVയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബൂട്ട് സ്പേസ്. അത്യാവശ്യം മികച്ചൊരു ബൂട്ട് സ്പേസ് തന്നെ. അതിൻ്റെ ലോഡിങ് ഏരിയയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം സാധനങ്ങൾ എടുക്കാനും വെക്കാനും നല്ല രസമാണ്, അല്ലെ അത്രത്തോളം സൗകര്യപ്രദമാണ് എന്നാണ് പറയേണ്ടത്. ബൂട്ട് ലിഡും മാനുവലി തന്നെ നമ്മൾ ക്ലോസ് ചെയ്യണം.
അതിപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേഷനിൽ എന്തായാലും അത് ഇലക്ട്രിക് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എല്ലാ ഫീച്ചേഴ്സും കൂടി എങ്ങനെ കുത്തി നടക്കുന്നത്, എന്തെങ്കിലും ഇല്ലെന്ന് പറയണ്ടേ. അപ്പോൾ ഇതൊക്കെയുള്ളൂ, 1-2 മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു സെഗ്മെന്റിൽ മറ്റു പല വാഹനങ്ങൾക്കും ഇല്ലാത്ത അത്രയും ഫീച്ചറിലൂടെയാണ് കിയ സെൽട്ടോസ് എന്നാണ് പറയുന്നത്. കാരണം 360 ഡിഗ്രി ക്യാമറ നോർമലി എല്ലാ വാഹനങ്ങൾക്കും വരുന്നതാണ്, അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഹെഡ് ലാമ്പ് യൂണിറ്റ്, അഡാസ് ഫംഗ്ഷൻസ്, പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ, അങ്ങനെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ കയറിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് സംഭവിച്ച കിയ സെൽട്ടോസ് നമ്മൾ കാണുമ്പോൾ ഇന്റീരിയർ ആണ് ശരിക്കും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. കാരണം പ്രീ ഫേസ് ലിഫ്റ്റഡ് മോഡലും കാഴ്ചയിൽ ഒരു ലുക്ക് കുറവില്ലായിരുന്നു. പക്ഷേ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും പുലിയായിരുന്നു. പക്ഷേ ഇത് ഒന്നുകൂടി പുലി എന്നാണ് പറയേണ്ടത്. കാരണം ഇതിന്റെ ആ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വളരെ സ്ലീക്കായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ആ ഒരു സ്പീഡോമീറ്ററുമായിട്ട് ലിങ്ക് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ മോഡ് മാറ്റുമ്പോൾ അതിൻ്റെ ഒരു ആനിമേഷനൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 10.5 ഇഞ്ച്, അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, 360 ഡിഗ്രി ക്യാമറ, അങ്ങനെ എല്ലാ ഫംഗ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ടുണ്ട്. എനിക്ക് കിയ വാഹനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫീച്ചർ ആദ്യകാലം മുതൽ തന്നെ ഈ ഒരു സീറ്റ് വെന്റിലേഷനാണ്. അത് കോ ഡ്രൈവർക്കും കൊടുത്തിട്ടുണ്ട്, അതും കിഡിലൻ ഫീച്ചറാണ്. പിന്നെ ഓട്ടോ പാർക്കും ബാക്കി ഫംഗ്ഷൻസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഷട്ടർ ക്ലോസിങ്ങും ഒക്കെ ഒരു പ്രീമിയം രീതിയിൽ തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നോബാണ് ഇപ്പോൾ കാണുന്നത്. വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. USB Type-C ചാർജിങ് പോർട്സ്, ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. അതും ഒരു പ്രീമിയം രീതിയിൽ തന്നെ കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ GT ലൈനാണ് കാണുന്നത്. അത് ഫുള്ളി ബ്ലാക്ക് ഒരു ഇൻറ്റീരിയർ ആണ്. റൂഫും ഡാഷ്ബോർഡും മൊത്തത്തിലൊരു ബ്ലാക്ക് തീമാണ് വരുന്നത്. അത് വേരിയൻ്റ് അനുസരിച്ച് ടാനും ബ്ലാക്കും വരുന്നുണ്ട്, ബീജും ബ്ലാക്കും വരുന്നുണ്ട്, ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്. ഒരു രക്ഷയില്ല, അങ്ങനെ ഏറ്റവും പ്രീമിയം ആയിട്ടുണ്ട്. GT ലൈൻ ആയതുകൊണ്ട് തന്നെ GT ലൈൻ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നോർമൽ വേരിയൻസിലൊക്കെ ഇവിടെ സെൽട്ടോസ് എന്നാണ് ബാഡ്ജിങ് വരുന്നത്. സ്റ്റിയറിംഗ് ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അവിടെ അത്യാവശ്യം വേണ്ട കൺട്രോൾസും റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ മെയിൻ അഡാസിന്റെ കൺട്രോൾസും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളൊക്കെ കിഡിലുമാണ്. നമ്മുടെ 9/9 ട്രാഫിക്കിൽ നമുക്ക് നിഷ്പ്രയാസമായിട്ട് പെടലിൽ കാലെടുത്ത് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്ത് കാണിക്കുന്ന ഡ്രൈവിൻ്റെ സമയത്ത്. ഒരു ഓട്ടോ ഡിമിംഗ് മിറർ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻ്റഗ്രേറ്റ് ഉണ്ട്. ബോസിന്റെ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. അത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നാണ് പറയേണ്ടത്, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ ഡ്യുവൽ ടോൺ ക്ലൈമറ്റ് AC യുടെ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. AC ഒക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള AC ആണ്, അതിലൊന്നും ഒരു പരാതിയും നമുക്കില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, മിററൊക്കെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. മിററിൽ മറ്റൊരു പ്രത്യേകത ഉള്ളൊരു കൊളീഷൻ വാർണിംഗ് ഉണ്ട്. അവിടെ ഒരു വാർണിംഗ് സിമ്പിൾ ഉണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടിയോ ലെഫ്റ്റ് സൈഡിൽ കൂടിയോ വാഹനം ചേർന്ന് വരാൻ നേരത്ത് അതൊന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അതുമൊക്കെ കിടിലമായിട്ടുണ്ട്. പിന്നെ 1 ടച്ച് ഡൗണും അപ്പും ഒക്കെയാണ് പവർ വിൻഡോ, അതും എല്ലാം കൊള്ളാം. എല്ലാ വിൻഡോസും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും കമ്പനി നൽകിയിട്ടുണ്ട്. അങ്ങനെ വിട്ടുപോയിട്ടായിട്ട് ഒന്നുമില്ല, എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ഇവിടെ നമുക്ക് മാപ്പ് ലാമ്പല്ല, നമ്മുടെ സൺവൈസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൺ ഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഒരു പാനോറമിക് സൺറൂഫ്. നേരത്തെ സിംഗിൾ പെയിൻ സൺറൂഫ് ആയിരുന്നു. അപ്പോൾ ക്രെറ്റയാണ് ഇതിന്റെ പ്രധാന കോമ്പറ്റീറ്റർ. ഒരു സഹോദരന്മാരാണെങ്കിൽ മെയിനായിട്ടും കോമ്പറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു സൺറൂഫിന്റെ പേരിലായിരുന്നു. നേരത്തെ ഉള്ള സെൽട്ടോസിൽ സിംഗിൾ പെയിൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് പനോരമിക് ആയിട്ട് വളർന്നിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതങ്ങ് ക്ലോസ് ചെയ്തേക്കാം. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടുത്തെ സ്പേസും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏറ്റവും പുതിയ കിയ സെൽട്ടോസിന്റെ റിയർ സീറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ കപ്പ് ഹോൾഡർ. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ള ഈ ഒരു ബ്ലാക്ക് റൂഫായപ്പോൾ ഒരു പ്രീമിയം ടച്ച് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഓർത്ത് കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പ്ലസന്റ് ഫീലൊക്കെ പോകുന്നു. പക്ഷേ ഇത് എന്താണെന്ന് അറിയത്തില്ല, ഒരു രക്ഷയില്ല. ഒരു പ്രീമിയം ലെവലാണ് ഇതിൻ്റെ ബാക്കിലിരുന്ന് മുന്നോട്ട് നോക്കുമ്പോൾ വ്യൂ, ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് എന്നേ പറയാനുള്ളൂ. 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ 3 അഡ്ജസ്റ്റബിൾ പ്രോപ്പർ ഹെഡ് റെസ്റ്റും കമ്പനി നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് സെൻട്രൽ ടണൽ കാണാം. അത് അത്ര ഹൈറ്റിലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിട്ട് കാല് വെച്ചിരിക്കാം. 2 Type-C ചാർജിങ് പോർട്ട്, റിയർ AC വെന്റ്, എയർ സ്മാർട്ട് പ്യൂരിഫയർ എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു മാപ്പ് പോക്കറ്റ്, അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്രീമിയം ടച്ചാണ്. ഇതൊക്കെ ഒരു രക്ഷയില്ല. ഈ ഒരു LED നമ്മുടെ ഒരു കോട്ട് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പ്രിംഗ് ലോഡർ ഹാൻഡിൽ, തൊട്ട് താഴെ മാപ്പ് ലാമ്പും നൽകിയിട്ടുണ്ട്. അതും ഒരു പ്രീമിയം ടച്ച് തീർച്ചയായിട്ടും കിയ കീപ്പ് ചെയ്തിട്ടുണ്ട്. ബോസിന്റെ ഞാൻ പറഞ്ഞ പോലെ അതിമനോഹരമായ ഒരു സ്പീക്കർ കാണാം. അതിൻ്റെയൊക്കെ ഒരു 3 ഡയമെൻഷണൽ ഡിസൈനും ഒക്കെ ഭംഗിയായിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ വിട്ടുപോയ കാര്യം സൺ ബ്ലൈൻഡ്. അതൊരു കിഡിലൻ ഫീച്ചറാണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും സുഖമാണ്. അപ്പോൾ MVD മാമന്മാരെ ഒന്നും പേടിക്കാതെ സുഖമായിട്ടൊരു സൺ ബ്ലൈൻഡ് എടുത്തിട്ട് നമുക്ക് സൂര്യഭഗവാന്റെ അനുഗ്രഹം ഒന്നും നേടാതെ പോകാം.
അപ്പോൾ അതൊക്കെ കൊള്ളാം, മൊത്തത്തിൽ കിടിലുമായിട്ടുണ്ട്, ഒന്നും പറയാനില്ല, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അവിടെ ബോട്ടിൽ ഹോൾഡർ കാണാം നമുക്ക്, ഡോർ പോക്കറ്റിൽ ഹാൻഡ് റെസ്റ്റിൻ്റെ അവിടെ ഒരു ലെതർ ഫിനിഷൊക്കെ കൊടുത്ത് സുഖമായിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ഡ്രൈവിലോട്ട് കിടന്നല്ലേ. അപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് നമ്മൾ ഈ കിയ സെൽറ്റോസിൽ തന്നെയാണ്. കുറച്ച് സമയം ഞാൻ വണ്ടി ഓടിച്ച്, കുറച്ച് സമയം അഡാസിന് വിട്ടുകൊടുത്തു. അത്രയും കിടിലം ഒരു അഡാസ് അഡ്വാൻസ് ടെക്നോളജിയാണ് ഈ വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നത്. കാരണം ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഞാൻ കാലും കൈയൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ മുമ്പെയുള്ള വാഹനത്തിന്റെ സ്പീഡ് സെൻസ് ചെയ്ത് ഓട്ടോ ബ്രേക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോകുമായിരുന്നു. കാര്യമൊക്കെ കുറെ സുഖമായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ മണിക്കൂറുകൾ കിടക്കണം. ഇപ്പോൾ എടപ്പള്ളി ട്രാഫിക്കിലൊക്കെ ഒരു 1.5 മണിക്കൂർ ഇപ്പോൾ കിടന്നിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ച് ആലുവ എൻജിൻ ഗേയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഷോറൂം മാനേജറൊക്കെ വിളിച്ച് പറഞ്ഞു കുറച്ച് താമസിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയോടുള്ള ക്ഷമയും കൂടി നമ്മളിപ്പോൾ ഈ വീഡിയോ ചോദിക്കുകയാണ്. അപ്പം എന്തായാലും ഇനി അങ്ങോട്ട് കിടക്കുവാണ്, ഇപ്പം ചെല്ലുമെന്നൊരു പിടിയില്ല. നിങ്ങളൊന്ന് 1.5 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിനാണ്, 7 സ്പീഡ് DCT ഗിയർ ബോക്സ് വരുന്ന ഒരു ഉഗ്രൻ എഞ്ചിനാണ്. ഏകദേശം 160 PS ആണ് ഈ വാഹനം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രത്തോളം പവറുള്ളൊരു വാഹനം, അതും പാഡിൽ ഷിഫ്റ്റും 7 സ്പീഡ് ഗിയർ ബോക്സും ഒക്കെ ഉള്ളൊരു വാഹനം ഓടിച്ച് കാണിക്കത്തക്ക റോഡൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പെർഫോമൻസ് ടെസ്റ്റ് ഒന്നും നമുക്കിപ്പോൾ നടത്താനുള്ള അവസരമില്ല. എങ്കിലും ഇത്രയും നേരം ഓടിച്ചൊരു അനുഭവത്തിൽ പറയാണ്, വണ്ടി ഒരു രക്ഷയില്ല. പെർഫോമൻസിന് പെർഫോമൻസ്, ഫീച്ചേഴ്സിന് ഫീച്ചേഴ്സ്, കംഫർട്ടിന് കംഫർട്ട്, വെന്റിലേറ്റർ സീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതിന് മൈന്യൂട്ടായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ്, ക്യാമറ മീറ്റർ കൺസോൾ ഓൺ ആവുന്നതും 360 ഡിഗ്രി ക്യാമറയും ഒക്കെ കൂടിയായിട്ടത് ആകെ മൊത്തത്തിൽ അടിപൊളിയാണെന്നാണ് പറയുന്നത്. മൊത്തത്തിൽ ഇന്റീരിയറിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ കിടിലമാണ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റും ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സീറ്റിംഗ് പൊസിഷനും കൂടി കണ്ടെത്താം. പിന്നെ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്, ഫുൾ ബ്ലാക്ക് ഇന്റീരിയറും, മൊത്തത്തിൽ അടിപൊളിയാണ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഓട്ടോ പാർക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കാണ് വരുന്നത്, അതുമൊക്കെ കൊള്ളാം. മൊത്തത്തിൽ അടിപൊളിയാണ്. എന്താ വീണ്ടും ബ്ലോക്കിൽ കിടക്കുകയാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈവിൻ്റെ വീഡിയോ എടുക്കാൻ പോലും നമുക്ക് അവസരമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്ത് പറയാനാ, എന്തായാലും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. തൽക്കാലം ചെറിയൊരു ബ്രേക്ക്, അതിന് മുമ്പ് അടുത്ത ഷോട്ടിൽ കാണാം. ഒരു പെർഫോമൻസ് നടത്താൻ പറ്റുമോ നോക്കട്ടെ. ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പാഡ് ഷിഫ്റ്റ് ഡൗൺ ചെയ്ത് ആ ഒരു 160 PS പവർ, 260 ടോർക്കിന്റെ ഒരു പെർഫോമൻസ്, ഈ ഒരു രീതിയിലാണ് വാഹനം ആക്സിലറേറ്റ് ചെയ്ത് കയറുന്നത്. എന്നാലും നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനുള്ള റോഡില്ല. പൊല്യൂഷൻ വാർണിംഗ് എല്ലാം കാണിക്കുന്നതായിട്ട് കാണാം. അതൊക്കെ ഈ അഡാസിന്റെ ഭാഗമാണ്. ജസ്റ്റ് എന്നാലും നിങ്ങൾക്ക് ആ ഇനിഷ്യൽ പിക്കപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ഫീൽ ചെയ്യാം. ഒരു രക്ഷയില്ലെന്നാണ് പറയേണ്ടത്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഹാൻഡ്ലിങ്ങും ഒക്കെ അടിപൊളിയാണ്. സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം എനിക്ക് രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറവായിട്ട് തോന്നി. അത് കിയയുടെ പൊതുവെ എല്ലാ വാഹനങ്ങൾക്കും ഒരു ശകലം ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു വിസിബിലിറ്റി കുറച്ച് കുറവാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി ഒരു ഡീസൽ മാനുവൽ വെർഷൻ കിയ സെൽറ്റോസ് യൂസ് ചെയ്യുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു തരത്തിലാണ് എൻ്റെ ആക്സിലറേഷൻ. എന്താ ഒന്ന് ഓവർടേക്ക് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച വണ്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ കയറും. പെർഫോമൻസ് ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും എടുക്കേണ്ടത് ഈ ഒരു 1.5 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ തന്നെയാണ്. അത്യാവശ്യം മൈലേജ് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഡീസലിലോട്ട് പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു കിയ സെൽറ്റോസ് മതിയെങ്കിൽ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിലോട്ടും പോകാവുന്നതാണ്. ഇത്രയുള്ള ഡ്രൈവ് മനോഹരമായിട്ട് കൊണ്ട് വാഹനം നിർത്തി സമാധാനത്തിനും സ്വസ്ഥതയോടുകൂടി ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ പറ്റുന്ന വല്ല ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ടൊന്ന് ബന്ധപ്പെടണം. അല്ലെങ്കിൽ കമൻറ്റിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ പിൻ ചെയ്താൽ മതി. കാരണം നമുക്ക് വലിയ ഉപകാരമായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഈ ഒരു കിയ സെൽറ്റോസിൻ്റെ വീഡിയോ വളരെ പെർഫെക്ഷനോടുകൂടി നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ സമാധാനമായിട്ട് ഇപ്പോൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം തിരിച്ച് നമ്മുടെ വീഡിയോയിൽ വരുവാണെങ്കിൽ കിയ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഞ്ചിയൻ കിയ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇഞ്ചിയൻ കിയക്ക് ധാരാളം ഷോറൂമാണ്. ഇപ്പോൾ നിലവിൽ ആലപ്പുഴയിലും ഒരു ഉടനെ തന്നെ ഷോറൂം ഓപ്പൺ ചെയ്യും. എറണാകുളത്ത് പല സ്ഥലങ്ങളിലുണ്ട്, നെട്ടൂരുണ്ട്, എടപ്പള്ളിയിലുണ്ട്, ആലുവയിലുണ്ട്. അങ്ങനെ ധാരാളം വൈഡ് റേഞ്ച് ഓഫ് ഷോറൂംസ് നമുക്ക് അവൈലബിൾ ആണ്. സെയിൽസിനായാലും സ്പെയറിനായാലും സർവീസിനായാലും ഇഞ്ചിയൻ കിയയുടെ ഭാഗത്ത് നിങ്ങൾക്ക് വളരെ മികച്ചൊരു സർവീസ് അല്ലെ ഒരു നല്ലൊരു ഹോസ്പിറ്റാലിറ്റി നിങ്ങൾക്ക് ലഭിക്കത്തുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ടൊയോട്ടയുടെ ഗ്രൂപ്പ് തന്നെയാണ്, നിപ്പോൺ ഗ്രൂപ്പിൻ്റെ തന്നെയാണ് ഈ ഇഞ്ചിയൻ കിയ. ആ ഒരു സർവീസ് ക്വാളിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.